രാജേഷ് എന്ന പേരിൽ തിരിച്ചറിയൽ കാർഡ്, വ്യാജ പേരിൽ ഫേസ്ബുക്ക് അക്കൗണ്ട്. വേഗത്തിൽ പിടിക്കപ്പെടാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിച്ചായിരുന്നു രാജീവിന്റെ നീക്കങ്ങൾ. ബംഗളൂരു അടക്കം പലയിടങ്ങളിൽ വ്യാജ പേരിൽ ജോലി ചെയ്തു. 6 മാസം മുൻപാണ് രാജീവിന്റെ ഒളിവ് ജീവിതത്തെക്കുറിച്ച് പോലീസിന് സൂചനകൾ ലഭ്യമാകുന്നത്. എന്നാൽ പോലീസ് സംഘം ബംഗളൂരുവിൽ എത്തുന്നതിന് മുൻപായി ഇയാൾ അവിടെ നിന്നും മുങ്ങി. പിന്നീട് കണ്ണൂരിലായി താമസം, ശേഷം കൊട്ടാരക്കരയിലും. അവിടെ മറ്റൊരു സ്ത്രീക്കൊപ്പം ഇയാൾ താമസിച്ചു വരികയായിരുന്നു എന്നതാണ് ലഭ്യമാകുന്ന വിവരം. ഇതിനിടെ രാജീവ് തിരുവല്ലയിലെത്തിയെന്ന സൂചനകളെ തുടർന്നായിരുന്നു കോയിപ്പുറം പോലീസിന്റെ രഹസ്യ നീക്കം. സൈബർ സെൽ ഇയാളുടെ മൊബൈൽ ഫോൺ വിവരങ്ങൾ അപ്പോൾ അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു. ഇയാളെ കൊട്ടാരക്കരയിൽ നിന്ന് മടങ്ങി തിരിച്ചു പോകുന്നവരെ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മളിത് വരുന്ന റൂട്ട് വാച്ച് ചെയ്തു. അപ്പോൾ പയ്യന്നൂർ ഭാഗത്ത് മലബാർ സൈഡിലാണെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ വടക്കോട്ടുള്ള ബസ്സുകൾ വാച്ച് ചെയ്തു, റൂട്ട് വാച്ച് ചെയ്തു. അങ്ങനെ തിരുവല്ല ബസ് സ്റ്റാൻഡ് വെച്ച് നമ്മൾ അറസ്റ്റ് ചെയ്തു. 2010 നവംബർ 1 കേസിനാസ്പദമായ സംഭവം. കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് ഇയാൾ ഭാര്യ സിന്ധുവിനെ പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്തുകയായിരുന്നു. അന്ന് അറസ്റ്റിലായ ശേഷം ജാമ്യം നേടി മുങ്ങി. കോയിപ്പുറം സർക്കിൾ ഇൻസ്പെക്ടർ ജി സുരേഷ് കുമാർ, ASI ഷിബുരാജ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോബിൻ ജോൺ, CPO രതീഷ്, അനു ആൻഡപ്പൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. DYSP S അഷാദിനാണ് മേൽനോട്ടം. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.